ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ എന്താ പറയുക, ഒരു സാഡ് ന്യൂസ് ഉണ്ട്, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഒരു ടൈം വന്നപ്പോഴത്തേക്ക് എൻ്റെ ഒട്ടും പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഈഗോ ഹിറ്റായിട്ട് ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന എല്ലാ വണ്ടിയും വിറ്റിട്ട് ഞാൻ ഇപ്പോൾ കുറച്ച് പൈസ ഉണ്ടാക്കി. എനിക്ക് പൈസ കൂടുതൽ കിട്ടി. ഇപ്പോൾ വണ്ടിയിൽ ആകെ ഉള്ളത് ഇത്രയും കാറുകളാണ്. നമ്മുടെ ആദ്യത്തെ വണ്ടി, പിന്നെ നമ്മുടെ താറ്, പിന്നെ ഈ സെക്കൻഡ് ഈ ഒരു വണ്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ സർവറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കാണ് ഈ ഒരു ട്രക്കാണത്. പിന്നെ ഈ ഒരു ട്രക്ക് ഞാൻ അപ്പോൾ തന്നെ എടുത്ത് 1 മില്യൺ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിന് 900 HP ഒക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ഇത് വന്നത്, ഞാൻ ഇങ്ങനെ ന്യൂ കാറിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കാണ് ഞാൻ ഇവിടെ നമ്മുടെ BMW ശ്രദ്ധിച്ചത്, അതെടുത്തു. അപ്പോൾ തന്നെ ഞാൻ പണി ചെയ്ത് ഞാൻ ഇപ്പോൾ നമ്മുടെ ഫ്ലൈയിങ് സ്ക്വിറലാക്കി. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ ഗായ്സ്. അപ്പോൾ ഇതുമായിട്ട് ഇങ്ങനെ പബ്ലിക്കിൽ ഞാൻ റിയാക്ഷൻ എടുക്കാൻ പോലെയാണ്. ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണണം നിങ്ങൾ. നൈസായിട്ടുള്ളൊരു ഷോർട്സാണ്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ഒന്ന് പബ്ലിക്കിൽ പോയി നോക്കാം. നമുക്ക് ഇന്ത്യൻ സെർവറിൽ തന്നെ പോയി നോക്കാം. ചിലപ്പോൾ അറിയില്ലേ, മലയാളികളൊക്കെ ഉണ്ടാവും. നമുക്കപ്പോൾ പോയി നോക്കാം. ഇതിൽ ജൂൺ ആയപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ എന്താണ് പോയിക്കൊണ്ടിരിക്കുക, ഇങ്ങോട്ടോ പോവുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലുക്ക്. ഈ ലൈറ്റൊക്കെ കിട്ടിയതുകൊണ്ട് നല്ല ലുക്കുണ്ട്. ഇപ്പം ഞാൻ ഇതിൻ്റെ ഇൻറ്റീരിയർ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ. നല്ല ലുക്കുണ്ട് ഗായ്സ്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ റാലി പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയില്ല, ചിലപ്പോൾ എന്തെങ്കിലും റേസോ വല്ലതായിരിക്കും. ഈ വണ്ടിക്ക് അത്യാവശ്യത്തിന് HP ഉണ്ട്, സ്റ്റോക്കാണ്. പിന്നെ ഞാൻ വേറെ നമ്മുടെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും മാത്രമേ ചെയ്തിട്ടുള്ളൂ. എൻജിൻ സൈഡിലേക്കൊന്നും പോയിട്ടില്ല. അതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയാം ഗായ്സ്. അപ്പോൾ നിങ്ങൾ പറയണമല്ലോ ഞാൻ ചെയ്യാം. ഇപ്പോഴാണെങ്കിൽ എൻ്റെ പൈസ ഉണ്ട്. പിന്നെ അടുത്തത് ഈ കാർ ഞാൻ നമ്മൾ കാണിച്ച ട്രക്കില്ല, അത് കൊടുത്തിട്ട് ഞാൻ പൈസ എടുത്ത് കഴിയുമ്പോൾ ഞാൻ ഒരു GTR എടുത്തല്ലോ എന്ന് ആലോചിക്കണേ. അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇതാരാ ഗൈസ്, ഇതൊരു ഡോഡ്ജാണല്ലോ, ഒരു SRT. ഞാൻ അവനെ പിടിക്കാൻ നോക്കട്ടെ, എനിക്ക് അറിയില്ല പറ്റുമെന്ന്. കാരണം ഇത് സ്റ്റോക്കാണ്, കംപ്ലീറ്റ്ലി സ്റ്റോക്ക്, ഫ്രഷാണ്. വണ്ടിയിലെ ലുക്ക് ഉണ്ടോ ഗൈസ്? അലോയും എല്ലാം ഇട്ടപ്പോഴത്തേക്ക് ഞാൻ ഇതിൽ ചെയ്തേക്കണെന്ന് വെച്ചാൽ ആകെ ആ കാർബൺ ഫൈബർ ഹുഡ് ഏറ്റി, പിന്നെ സ്പോയിലർ ഏറ്റി, പിന്നെ എന്താ പറയുക വേറെ അധികം ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ എന്താ പറയുക അലോയ്സ് മാറ്റിയിട്ടുണ്ട്, സ്റ്റിക്കർ വർക്ക്, പെയിൻറ് വർക്ക് അത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ എൻജിൻ സൈഡിലേക്ക് ഒട്ടും പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ടയറിലേക്കൊന്നും മാറ്റിയിട്ടില്ല. ടയറൊക്കെ ഇത് ഞാൻ സെക്കൻഡ് ഹാൻഡ് എടുത്തല്ല, നമ്മൾ ട്രേഡ് എക്സ്ചേഞ്ച് ചെയ്തിരുന്നല്ല, ഞാൻ ഫ്രഷ് ആയിട്ട് എടുത്തതാണ്. 0 മൈൽസിൽ കിലോമീറ്ററിൽ ആണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ നമ്മുടെ സെല്ലിങ് പോയിന്റിലേക്ക് ഒന്ന് പോയി നോക്കട്ടെ ഗൈസ്, അവിടെ ആരെങ്കിലും ഉണ്ടാകും നോക്കെ. മലയാളീസ് ഉണ്ടെങ്കിൽ മലയാളീസുകളെ എന്താ പറയുക, ഇവിടെ നമ്മുടെ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ നോക്കും. അപ്പോൾ അവരൊക്കെ ഉണ്ടെങ്കിൽ ഗൈസ് നമ്മുടെ വണ്ടി ഇടിച്ചു, എന്താണെന്നറിയില്ല. നോക്കട്ടെ ഗൈസ്, നമ്മുടെ ഡാമേജ് ആയിട്ടുണ്ട്. നല്ല ഇല്ല, അത്രയ്ക്ക് ഡാമേജ് അറിയാനുള്ള, എനിക്കത് സ്ക്രാച്ച് ആയിട്ടുള്ളതെന്ന് തോന്നുന്നു. എനിക്ക് ഇത്തിരി കൂടി വർക്കൊക്കെ ചെയ്യണമെന്നുണ്ട് ഇതിൽ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഇഷ്ടമാണ്. ഇതിനേലും ഇത്തിരി കൂടി ഇഷ്ടം എന്താ പറയുക, നമ്മുടെ പുതിയ M5 ഇല്ലേ, പക്ഷെ ആ M5ന് എന്താ പറയുക റിയൽ പൈസയാണ്. അപ്പോൾ അത് ഞാൻ ട്രേഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്, എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതെങ്ങനെയെങ്കിലും കിട്ടിയാൽ നമ്മുടെ ലക്കായിരിക്കും ഗൈസ്. കുറേ ആൾക്കാർ കാർ കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ അത് സെല്ല് ചെയ്യാനല്ല, അവരെന്താണെന്നറിയില്ല. എൻ്റെ കയ്യിലുള്ള 50 മില്യൺ കൊടുത്തിട്ടാണ് 50 മില്യൺ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ അത് വാങ്ങാനായിട്ട് റെഡിയാണ്, പക്ഷെ ആരും സെല്ല് ചെയ്യാനില്ല. നിങ്ങൾ ആരെങ്കിലും CPM കളിക്കണമെങ്കിൽ എൻ്റെ കൂടെ കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. നമുക്കൊരു ദിവസം എല്ലാവർക്കും കൂടി വന്നിട്ട് ഒരു മീറ്റപ്പ് ഒക്കെ ചെയ്യാം. ഒരു സെയിം കാറൊക്കെ എടുത്തുകൊണ്ടുവന്ന്, ഏതെങ്കിലും ഒരു കാറ് നിങ്ങൾ പറ. അപ്പോൾ
അടുത്ത് കുറച്ച് എന്താണ് ദിവസം കൂടി കഴിയുമ്പോൾ നമ്മളൊരു ഗിവ് അവേ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ഈ BMW ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നല്ല ഏതെങ്കിലും ഒരു കാറായിരിക്കും. അതൊരു സർപ്രൈസാണ് ഗൈസ്. ഞാൻ പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ റീൽസ് ഷോർട്സിലിടാം. ഇതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്, അതപ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണണം. നൈസായിട്ടുള്ളൊരു ഷോർട്സാണ് ഗൈസ്. അപ്പോൾ ഈ സാറുള്ള ആരുമില്ല, 2 പേരേ ഉള്ളൂ, 3 പേരുണ്ട്, ആകെ 3 പേരേ ഉള്ളൂ. അപ്പോൾ എനിക്കൊന്നും ഇന്നത്തെ റിയാക്ഷൻ വർക്കാവില്ലെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് ഒന്ന് വേറെ ഏതെങ്കിലും സെർവറിൽ പോയി നോക്കാം. ചിലപ്പോൾ വേറെ ഏതെങ്കിലും സെർവറിൽ ഇങ്ങനെ മലയാളീസ് ഇങ്ങനെ ഡിഫറെൻറ്റ് സെർവറിൽ കളിക്കുമല്ലോ, അപ്പോൾ അതേപോലെ നമുക്ക് വേറെ ഇംഗ്ലീഷ് സെർവറിൽ പോയി നോക്കാം. അപ്പോൾ ഇംഗ്ലീഷിൽ പോയി നോക്കാം. നെറ്റിൻ്റെ ഇത്തിരി ലോഡിങ് ഇഷ്യൂ ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ബാക്കിയെല്ലാം സ്മൂത്താണ്. ഈ കാർ എടുത്തപ്പോഴത്തേക്കും ഞാൻ കരുതിയത് ഇത് ഇങ്ങനെ ഭയങ്കര പാടാക്കിയത് ഇങ്ങനെയൊക്കെ കേൾക്കാൻ എന്നാണ്. പക്ഷേ ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ കണ്ടതിന് ശേഷം പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയല്ല. അതെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ എന്തെങ്കിലും പോയി നോക്കാം. ഇത്തിരി ലാഗുണ്ട്, എന്താണെന്നില്ല. ഓ ഗൈസ്, ഇവിടെ എല്ലാം റിച്ചാണല്ലോ എല്ലാവരും. ഇവിടെ ഒരു GTR കിടപ്പുണ്ട്. ഇവിടെ 10 million ഒരു CPM ഗോട്ടാണല്ലോ. ഇതാരാ CPM ഗോട്ട്? നമുക്ക് എന്തെങ്കിലും കാറ് ലോക്ക് ചെയ്തിട്ട് പോവാം. ഗായ്സ്, CPM ഗോട്ടാണ് ഗായ്സ് ഇത്. CPM ഗോട്ടിൽ നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യണം. CPM ഗോട്ട് ഒരു യൂട്യൂബറാണ്, എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം ഒരു കൊളാബ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവനെന്താ ഇവിടെ ചെയ്യണേ? ഞാൻ എന്നാലും ഹായ്. ഞാനിത് ഇവനോട് പറഞ്ഞു നോക്കാം. അപ്പോൾ അവൻ പോയോ? ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അവന് ഈ കാറ് വിൽക്കാനാന്ന് തോന്നുന്നു. അവന് പറ്റണമെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു. അവനിങ്ങനെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്യാണ്ട്. ഇവിടെ ആരാ ഗൈസ് ഈ കാർ? യെസ്, ഗായ്സ്, ജസ്റ്റ് മിസ്. അവനൊരു 100 ഇതിലായിട്ട് 100K അതെടുക്കണ്ടേന്ന് ഗായ്സ്. ജസ്റ്റ് മിസ്സായിപ്പോയി. ഷേ, എനിക്ക് ആ കാറുണ്ടായിരുന്നു. ആ കാറ് എനിക്ക് ഒരു $1 കിട്ടി. അത് ഞാൻ വിറ്റായിരുന്നു. അത് ഞാൻ ഒരു 20 million വിറ്റത്. ആ കാർ എനിക്ക് $1 അറബിക് സെർവറിൽ നിന്നാണ് കിട്ടിയത്. ഈ കാർ എടുക്കാൻ പറ്റിയെങ്കിൽ ഞാൻ ഈ കാർ ഗിവ് അവേ ചെയ്താണ്. ഏതെങ്കിലും നല്ല കാറുണ്ടോ ഗായ്സ്? ഇവിടെ നിന്നൊന്നും കിട്ടില്ലെങ്കിൽ ഗായ്സ്, ജസ്റ്റ് മിസ്. ഇവരെന്താ ഇങ്ങനെ ചെയ്യണേ? നമുക്ക് ലക്കില്ലെന്ന് തോന്നുന്നു. കമോ പ്ലീസ്, CPM ഗോട്ട്. ഇവൻ CPM ഗോട്ട് ഇല്ല, എന്നാലും നമുക്ക് നോക്കാം. കമോ. നോട്ട് 900. ഈ കാർ നല്ല ആയിക്കോ ഗായ്സ്. ഓക്കെ, 900 എന്തായാലും നോക്കാം, വാങ്ങിച്ചു നോക്കാം. എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഗായ്സ് ഞാൻ വാങ്ങാം. 9 million ഗായ്സ്. ഈ കാരണം എന്താ പറയുക, 1 million എന്തോ ഉള്ളൂ. ഞാൻ ഇവൻ്റെ നിന്ന് വാങ്ങുള്ളൂ. ഞാൻ വേറെ നമുക്ക് ഫ്രഷ് ആയിട്ട് വാങ്ങാം. 9 million ആരും ഇത് വാങ്ങാൻ പോകണില്ല. എന്തായാലും നമുക്ക് നമ്മുടെ കാർ ആരൊക്കെ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. നമ്മുടെ കാരണം ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കണമല്ലോ. അവിടെ ഇത് കൊണ്ടുവന്നു. ഇത് മറ്റേ എന്താ പറയുക, അതിൻ്റെ പേര് പറഞ്ഞാലേ. ഇതിൻ്റെ പേര് എന്തായിരുന്നു ഗൈസ്? ഇതിൻ്റെ പേര് അറിയാമെന്നതിൽ കമൻറ്റ് ചെയ്യണേ. യെസ്, കാരവാൻ. അപ്പോൾ ഒരു കാരവാൻ വന്നിട്ടുണ്ട്. ഒരു GTR നൈസ് സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ട് അവിടെ ഉണ്ട്. എത്രയാണ് വെക്കണേ? 30 million ഗൈസ്. ഇംഗ്ലീഷ് സെർവർ ആയതുകൊണ്ടാണ് ഗൈസ് എല്ലാവരും ഭയങ്കര പൈസ കൂട്ടിയിട്ട് ചോദിക്കുന്നത്. ഒരു സൂപ്പർ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു സൂപ്പർ ഉണ്ടായിരുന്നു. ആ സൂപ്പർ ഞാൻ നിങ്ങൾക്ക് ഓർമ്മയില്ല, ഞാൻ നിങ്ങളെ കാണിച്ചത് സൂപ്പർ. ആ സൂപ്പർ ഞാൻ വിറ്റ് ഗായ്സ് ലാഗ് അടിച്ച് നമ്മൾ
പുറത്തേക്ക് പോയി. അവനൊരു എന്താ പറയുക, കുറച്ച് പൈസ കഴിഞ്ഞ് കിട്ടത്. ഗായ്സ്, ഞാൻ ഒരു ലക്കിയല്ലേ ഇന്നിട്ടു. ഡെയിലി റിവാർഡ്സ് എല്ലാം നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് കാണിക്കാനാണ് ഞാൻ ഇന്ന് വന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇത്രയും പൈസ ഉണ്ട്, അതൊക്കെ കാണിക്കാനാണ്. അപ്പോൾ ഞാൻ ഒരു മിനിറ്റ് ഗായ്സ്, ഒറ്റ സെക്കൻഡ് നിങ്ങൾ പോയില്ലേ. ഞാൻ ഏതാ കാർന്ന് കാണിച്ചാൽ ഞാൻ എനിക്കൊരു ഐഡിയ ഉണ്ട് ഗായ്സ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ CPM കോഡില്ല, അവൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ കാർ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ഒരു റേഞ്ച് റോവറില്ലേ അതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയുക, ഞാൻ കാണിച്ചു തരാം. ഏറ്റവും ലാസ്റ്റ് ഈ കാർ കണ്ടോ, ഇതിൻ്റെ ഇങ്ങനെ ആക്കിയിട്ട് ഈ ഒരു ലൈനൊക്കെ കണ്ടോ, അതൊക്കെ ഇട്ടിട്ട് അവൻ അത് വിറ്റല്ല, അത് എക്സ്ചേഞ്ച് ചെയ്തു. എന്നിട്ട് അതിനാണ് മറ്റേ എന്താ പറയുക, ബുഗാട്ടി എടുത്തത്. ഈ M4 അങ്ങനെ ഉണ്ട് ഗായ്സ്, നൈസല്ലേ, നൈസായിട്ടുള്ളൊരു M4 ആണ്. പിന്നെ ഇത് ബെൻസാണ്. ഈ കാറാണ് അവൻ സെല് ചെയ്യാൻ നോക്കിയത്. അവൻ 9 million ആണ് ഗായ്സ് ഇട്ടത്. ഇതിന് ശരിക്കും ലൈക്ക് എന്താ 1 million അടുത്തേ ഉള്ളൂ. 1,355,000. ഇതൊരു പോർഷാണ്. പിന്നെ ഒരു മസ്താങ് ഉണ്ട്. മസ്താങ് ഇതിനും അത്രക്ക് പൈസ ഒന്നുമില്ല നമുക്കപ്പോൾ. ഞാൻ പറഞ്ഞത് GTR ആണ്. എവിടെ പോയാ GTR? ഞാൻ കാണിച്ചു തരാം ഗൈസ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ട്രക്ക് ഇതാണ്. ഞാൻ GTR ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ പോയി? എനിക്ക് ഈ കാർ വേണമെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ കാർ ആരുടെയെങ്കിലും കയ്യിലാണെങ്കിൽ എനിക്കൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്താ പറയുക, ഒരു 7 million ഞാൻ ഈ കാർ വാങ്ങാം പൈസക്ക് ആണെങ്കിൽ. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഫ്ലൈയിങ് സ്ക്വയറിൽ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടാണ്. ഈ കാർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഗൈസ് ഫണ്ട്. അത് എൻ്റെ വേറൊരു അക്കൗണ്ടിലായിരുന്നു, പക്ഷേ ആ അക്കൗണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഒരു ഡിഫൻഡറൊക്കെ ഉണ്ടല്ലോ നൈസായിട്ടുള്ള. എൻ്റെ കയ്യിൽ ഈ കാർ ഉണ്ടായിരുന്നു, ഒരു Audi R8. പിന്നെ ഇത് ഈ ഒരു GTR കുറിച്ചാണ് ഞാൻ ഗൈസ് പറഞ്ഞത്. ഇതിന് 2 million അടുത്ത് പ്രൈസ് ഉണ്ട്. അപ്പോൾ ഈ കാർ എന്താണ് എനിക്ക് വാങ്ങണമെന്നുണ്ട്. ചിലപ്പോൾ ഞാൻ ഈ കാർ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഗിവ് അവേ തരും. അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക, വേറെ ഏതെങ്കിലും ഒരു നല്ലൊരു കാർ വാങ്ങും. എന്താ പറയുക, ചിലപ്പോൾ എന്തായിരിക്കും എന്താ നമ്മുടെ ചിലപ്പോൾ എനിക്ക് X7 എടുക്കണമെന്നുണ്ട്. പക്ഷേ X7 ലൈക്ക് അതൊരു കോയിൻ വെച്ചാണ് എടുക്കണത്. കോയിനാണോ? കോയിൻ വെച്ചാണ്. പിന്നെ ഞാൻ എന്താ പറയുക, ഈ കാർ ഞങ്ങൾക്ക് ഡോഡ്ജ് വേണോ ഗൈസ്? ഡോഡ്ജ് വേണമെങ്കിൽ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത് ഈ G-Wagon ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡോഡ്ജ് ആണോ ഗിവ് അവേ ആയിട്ട് വേണ്ടത്, അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ G-Wagon ആണോ ഗിവ് അവേ ആയിട്ട് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ 3 ഓപ്ഷൻസ് തരാം. G-Wagon, ഡോഡ്ജും, പിന്നെ എന്താ പറയുക നമ്മുടെ ഈ ഒരു ഈ കോർവെറ്റ് രണ്ടൊരു സെഡാനല്ലേ. അപ്പോൾ ഇതൊരു ഈ ഒരു BMW ആണോ വേണ്ടത് കമൻറ്റ് ചെയ്യണോ? ഈ ഒരു BMW X5 ആണോ, അല്ലെങ്കിൽ നമ്മുടെ ഡോഡ്ജ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ എന്താ G-Wagon ആണോ വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. നമുക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് കിട്ടണ കാറ് നമ്മൾ അടുത്ത വീഡിയോയിൽ വാങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ ഗൈസ്.